നമസ്കാരം. ചിക്കു ഗുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ. എന്തൊക്കെയാ ചിക്കു? ഹായ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. ചേട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടിരിക്കുന്നു. വണ്ടി പാർക്ക് ചെയ്ത് പാർക്കിംഗ് ഏരിയയാണ്. പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ എത്തി. അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ അടുത്ത പ്രദേശമായ നിലമ്പൂരിനടുത്ത് ആട്ടിൻപാറ, എരുമമുണ്ട ആട്ടിൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ആട്ടിൻപാറയിലാണ് നമ്മളുള്ളത്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആട്ടിൻപാറ വെള്ളച്ചാട്ടം, വാട്ടർഫാൾസ്. അപ്പോൾ ലിച്ചുവും ഞാനും അനുവായിട്ടുള്ളൂ പോയിരിക്കുന്നത്. അപ്പോഴും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ. അവിടെ തന്നെ ഉണ്ട്, കല്ലിൽ കൊത്തിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രണ്ട് തരം ടിക്കറ്റ് ഉണ്ട്. ഒന്ന് പവർ ഹൗസും ഒന്ന് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയുള്ള രണ്ട് ടിക്കറ്റാണ്. ഇത് കുരങ്ങ്, ഹനുമാൻ അങ്ങനെ എന്തോ അങ്ങനെ കല്ലിൽ കൊത്തി വെച്ചേക്കുന്നത്. അപ്പോൾ അതിലങ്ങനെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി പോകണം കേട്ടോ. താഴെ സൈഡിലാണ് വെള്ളച്ചാട്ടം. ഓഫീസിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് താഴേക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. ഞാനാണ് ക്യാമറാമാൻ. കുറച്ച് നേരത്തേക്ക് അപ്പോൾ കുറച്ച് നേരം തന്നെ കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് താഴെ സൈഡിലാണ് വെള്ളച്ചാട്ടം. താഴ്ചയാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ചെറിയ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ. നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന്. ഇങ്ങനെ നല്ല വ്യൂ ഉണ്ട് കാണാനായിട്ട്. കുറേ ആൾക്കാർ എല്ലാവരും വെക്കേഷനൊക്കെ, പക്ഷേ വെള്ളം കുറവാണ്. പൂക്കളൊക്കെ വെച്ചേക്കുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് കുടുംബമായിട്ടൊക്കെ ഫാമിലിയായിട്ട് ആൾക്കാർ ഇവിടെ നമ്മൾ വന്നപ്പോൾ കുറച്ച് നേരത്തെ അല്ല, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഒരു സമയം. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കാണ് ഇറങ്ങിയത് അല്ലേ. 2 മണിക്ക് പോയി. പക്ഷെ 3 മണിയായപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. വെയിലൊക്കെ ആറുന്ന സമയത്താണ് ആൾക്കാർ വെയിലൊന്ന് താഴേന്ന് വെള്ളച്ചാട്ടം. ഇപ്പോൾ വെള്ളം കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിലൊക്കെ വെള്ളം ഒഴുകുന്ന സ്ഥലം അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു കുഴി പോലെ അതിലൊക്കെ വന്ന് ചാടുന്ന സ്ഥലങ്ങളാണ്. വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. ഒരു പാറയാണത് ഫുള്ള് ഇങ്ങനെ. ആ പാറയിൽ കൂടെയാണ് വെള്ളം ഒലിച്ചിറങ്ങുന്നത്. നല്ല ഇതാണ് കേട്ടോ അത്. പിന്നെ നല്ല വ്യൂ ആണ്. നമ്മൾ അടുത്ത് പോയി എടുത്തിട്ടില്ല. കുറേ ദൂരം ചിക്കുവിനെയൊക്കെ കൊണ്ട് അടുത്തോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിന്നാണ് എടുത്തത്. ആൾക്കാരൊക്കെ എൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് എടുക്കുന്നുണ്ട് ഫോട്ടോയൊക്കെ. ഇവിടെയാണ് വെള്ളം വന്ന് ചാടുന്നത്. ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വലിയ ആഴമൊന്നും ഇല്ലെന്ന് തോന്നും, പക്ഷെ നല്ല ആഴമാണ് അവിടെ. നല്ല തെളിഞ്ഞിങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെയാണ് ഈ അപകടമൊക്കെ പറ്റുന്നത്. ആൾക്കാർ വിചാരിക്കും കുറച്ച് ഇതേ ഉള്ളൂ അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വെള്ളച്ചാട്ടത്തിലൊന്നും ആരും പോയി ചാടാതെ സൂക്ഷിക്കുക. നമുക്കറിയാത്ത വെള്ളത്തിലൊന്നും ഇറങ്ങരുത്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. പച്ചപ്പിനിടയിൽ കൂടെ അങ്ങനെ തെളിഞ്ഞ വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ താഴെ ആൾക്കാർ ഇരിപ്പുണ്ട്, സേഫ്റ്റി ഓഫീസർമാർ. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടുത്തേക്കൊന്നും പോയി നമ്മൾ വീഡിയോ എടുത്തില്ല. കാരണം അവിടെ കുറേ ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫാമിലിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്ര അടുത്ത് പോയിട്ട് എടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് മാറി മൊത്തത്തിൽ പാറയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയാൽ നല്ല സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്.
പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. എന്താണ് കാലൊക്കെ തെന്നി, പക്ഷെ അങ്ങനെ വീഴൊന്നുമില്ല. 4 വഴിയൊക്കെ ഉണ്ട്. വെള്ളം ഒഴുകി വരുന്നത് അത് നനയ്ക്കുന്ന വെള്ളമാണെന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെ വഴിയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അത് പറയുന്ന സ്ഥലത്ത് കൂടെ നടക്കുക, ശ്രദ്ധിക്കണം നമ്മൾ. ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തും വെള്ളത്തിലൊന്നും ചാടാതെ. നല്ലൊരു ഭംഗിയാട്ടോ, നല്ല പച്ചപ്പാണ്. ഇത് താഴെ മേളിലാണ് ആ പാറ. അത് മേളിൽ കൂടെ ഒരു വഴിയുണ്ട്, അതിലേ പോയിട്ട് നമ്മളവിടെ കയറിയിട്ടുണ്ട്. ആ പാറ ഇങ്ങനെ പിന്നെയും താഴോട്ടുണ്ട് കേട്ടോ. പാറ ഇങ്ങനെ താഴോട്ട്. അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിനുള്ള പ്രവേശന ഫീസ് 20 രൂപയാട്ടോ ഒരാൾക്ക്. 4 ദിവസം മുകളിലേക്കുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കണം. നല്ല പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്. നല്ല കണിക്കൊന്നയൊക്കെ നിൽപ്പുണ്ട് അവിടെ. ഇത് പോയി കഴിഞ്ഞാൽ പോരാൻ തോന്നില്ല. എത്ര സമയം വേണമെങ്കിലും അവിടെ ചിലവഴിക്കാൻ നമുക്ക്. അതാ വെള്ളം അവർ ചെടിക്കൊക്കെ അടിക്കും. ഇതാ താഴ്വശത്തിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ. നല്ല പൊക്കത്തിൽ നിന്ന് ചാടുന്ന വെള്ളമാണ് കേട്ടോ. അല്ലേ ആ ചേട്ടാ താഴെ കൂടെ വന്നപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുന്നു. പൂന്തോട്ടമൊക്കെ നനയ്ക്കുന്നുണ്ട് ഉച്ച കഴിഞ്ഞിട്ടും. ചെടികളും നല്ല കാറ്റാണ്. പല വിധത്തിലുള്ള മുളകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ് കാണാനായിട്ട്. നല്ലൊരു അന്തരീക്ഷമാണ്. വലിയ ചൂടൊന്നുമില്ല അല്ലേ. നല്ല അന്തരീക്ഷമാണ്. ഇത്രയും ഇപ്പോൾ വെള്ളം കുറച്ച് വെള്ളമുള്ളൂ അതിങ്ങനെ പോകുമ്പോൾ. അവിടെ ചെന്ന് ചാടുമ്പോൾ നല്ല ഫോഴ്സിലാണ് ചാടുന്നത്. അപ്പം ഇങ്ങനെ കുഴിയായിട്ട് അവിടെ പൂന്തോട്ടം ഗാർഡൻ ഏരിയ. ഇഷ്ടംപോലെ പാറകളുണ്ട്. ഒറ്റപ്പാറ പോലെ ഇങ്ങനെ പാറകളാണ് ഫുള്ളും. അതിൻ്റെ ഇടയ്ക്ക് മണ്ണുള്ള സ്ഥലങ്ങളാണ് ഈ ഗാർഡൻ പോലെ ഉണ്ടാക്കിയത്. ഫുള്ള് പാറകളാണ്. പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ. വെക്കേഷനൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കാം. ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ഭാഗത്ത് അതാണ് നമ്മൾ നേരത്തെ കണ്ട പാറയാണ്. പാറയുടെ മുകളിൽ നമ്മൾ വന്ന് വെള്ളച്ചാട്ടം നല്ല വ്യൂ ആണ് അങ്ങോട്ട് കാണാനായിട്ട്. നല്ല വ്യൂ ഉണ്ട്. ആ ഇതൊക്കെ കാണുന്ന വെള്ളം വന്ന് ചാടുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ കുഴി പോലെ കിണർ പോലെ കണ്ടില്ലേ അതൊക്കെ. ഇപ്പം അവിടെ അതിലൊന്നും വെള്ളമില്ല. 2 ആൾക്കാർ വന്നിട്ട് അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഫുള്ള് പാറക്കെട്ടുകളാണ്. അപ്പം താഴേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വെള്ളം വന്ന് ഷേപ്പിലുള്ള കല്ലുകൾ നല്ല ഇതാണ്. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ടല്ലേ. റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. നല്ലൊരു അന്തരീക്ഷമാണ്. കാറ്റും മഴയും പൊഴിയും ഒക്കെ ആയിട്ടുണ്ട്. കുഴി കാണുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. നല്ല വ്യൂ ആണ്. ഉണ്ടോ നമ്മൾ അവിടെ പവർ ഹൗസ് ഉണ്ട് കേട്ടോ. പവർ ഹൗസ് ഉണ്ട്. ടെസ്റ്റോക്ക് പൈപ്പിൻ്റെ കൂടി വെള്ളം എത്തിയിട്ട് പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നൊരു കേന്ദ്രം കൂടിയുണ്ട് അവിടെ. ടെസ്റ്റോക്ക് പൈപ്പിൽ കൂടെ വെള്ളം വന്നിട്ട് ആ പവർ ഹൗസിനുള്ളിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് കൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. പുഴയുടെ ഒരു ഭാഗമാണ്. ഫുള്ള് കല്ലാണ്. വെള്ളം ഒഴുകി കല്ലാണ്. പിന്നെ അവിടെ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിനുള്ളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിന് നടന്ന് കുഴങ്ങി അവിടെ ഇരിക്കുകയാണ്. കുറേ ദൂരം നടന്നു കേട്ടോ. ചിക്കുവിൻ്റെ ലിച്ചുവിനൊക്കെ ഭയങ്കര സന്തോഷമായി. പോരാൻ കൂട്ടാക്കുന്നേ ഇല്ല. അവിടെ കളിക്കുകയാണ്. എല്ലാ റൈഡിലേയും കയറി. ഇവിടേക്ക് ഈ പവർ ഹൗസിൻ്റെ ഇവിടേക്ക് 10 രൂപ ടിക്കറ്റ് ഉള്ളൂ അല്ലേ. പ്രവേശിക്കാൻ 10 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇതെല്ലാം ഇതിൽ കയറാൻ നോക്കി.
നമ്മളാ കൊടുക്കുന്ന ചിലടത്ത് ഇതിലൊക്കെ വരുമ്പോൾ കാർണിവലിനൊക്കെ ഒരു 50 രൂപ വേണ്ടി വരും ഒരു റൈഡ് കയറണമെങ്കിൽ അല്ലേ? എക്സ്ട്രാ പൈസ വേണം. ഇതൊന്നുമില്ല. 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നമുക്ക് കുറേ സമയം ചിലവഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കുമൊക്കെ കളിച്ചിട്ട് അവിടുന്ന് പോരാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പോണ്ടെന്ന് പറഞ്ഞത്. കാരണം പൊട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. നല്ല വിലയുള്ള ഇത് തന്നെയുണ്ട്. അങ്ങനെയാണ് ചിക്കു വേണ്ടേ മറ്റേ ഇതിനകത്ത് കയറി ചപ്പളോ. അപ്പോൾ ഇതാണ് പവർ ഹൗസ്. സർക്കാരിൻ്റെ കേസിലുള്ള പവർ ഹൗസാണ്. പിന്നെ നമ്മളവിടുന്ന് ഇങ്ങനെ പവർ ഹൗസിൽ നിന്ന് പോവുകയാണ്. ചെറിയൊരു പവർ ഹൗസും ഉണ്ട്. പ്രകൃതി ഒരു കല്ല്. എല്ലാം കയറ്റമാണല്ലോ. കയറ്റം ഉറക്കം തന്നെയുള്ളൂ. ഒക്കെ പാറ ഇത് കാരണേ. ഒരു കുന്നിൻ്റെ ചെരുവിലായത് കൊണ്ട്. അപ്പോൾ ശരി, ഞങ്ങൾ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. വാഹനങ്ങൾ കിടക്കുന്നിടത്തേക്ക്. അവിടെ കടകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. ഫുഡിനൊന്നും ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ ഫുഡൊക്കെ കിട്ടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പോകണം. അപ്പോൾ നമ്മളവിടെ ഒരു കുടുംബശ്രീയിലൊരു ഫുഡ് കോർട്ടുണ്ട്. അവിടുന്ന് എൻ്റെ ചേച്ചിമാർ നടത്തുന്ന ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിൽ മിൽക്ക്. ലിച്ചുവും ചിക്കുവും അനുമൊക്കെ അവിൽ മിൽക്ക് വാങ്ങി. ഞാൻ പാവം ചായ പിന്നെ ഒരു ഉള്ളിവട. അത് ഞാൻ വാങ്ങിയുള്ളൂ കേട്ടോ. പതിവ് സംവിധാനം. അപ്പോൾ അവിൽ മിൽക്ക് 3 പേരും കുടിക്കുന്നു. ഞാൻ ചായ കുടിക്കും. ചായയും പരിപ്പുവടയല്ല, ചായ ഉള്ളിവടയും കേട്ടോ. പിന്നെ നമ്മളവിടുന്ന് പോരുകയാണ്. അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഏകദേശം 5:30 നമ്മളിവിടുന്ന് തിരിച്ചു. നിലമ്പൂർ ആഠ്യൻപാറ. നിലമ്പൂരിനടുത്തുള്ള ആഠ്യൻപാറയിൽ. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരും. നിങ്ങളെ വീഡിയോകൾ കാണണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. ചിക്കുവിന് പോരുന്നത് ഇഷ്ടപ്പെട്ടില്ല ചിക്കു. അപ്പോൾ ശരി, ഓക്കെ, താങ്ക് യു.